പ്രിയ പ്രേക്ഷകരെ, ഈ നടക്കുന്ന പാറ്റാ സമരം മാത്രമല്ല, മറ്റൊരു സമരം കൂടി രാജ്യത്ത് പിന്നണിയിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് കർഷകരെന്ന പേരിൽ ഖലിസ്ഥാനികളാണ്. ഒന്ന് ആലോചിക്കേണ്ട കാര്യം, ഇവരെല്ലാവരും ഒരുമിച്ച് പല കോണുകളിൽ നിന്നും ഈ സമരം ആസൂത്രണം ചെയ്യുന്നത് ഈ രാജ്യത്തെ, ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ്. റെജീം ചേഞ്ച് ആണ് ഇവരുടെ മനസ്സിൽ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇന്തോ US വ്യാപാര കരാറിനെതിരെ ഹരിയാനയിലെ ശംഭു അതിർത്തിയിൽ കർഷകർ എന്ന പേരിൽ ചിലർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ സർക്കാരുമായി പ്രാഥമിക ധാരണ എന്നതാണ് വാർത്ത. കർഷക സംഘടനകൾ സമർപ്പിച്ച ആവശ്യങ്ങൾ ഉൾക്കൊണ്ട ഹരിയാന കൃഷിമന്ത്രി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കാം എന്ന ഉറപ്പ് നൽകി. കസ്റ്റഡിയിലെടുത്ത പ്രമുഖ കർഷക നേതാക്കളെ വിട്ടയക്കാം എന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ആ പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അങ്ങനെയൊരു സമാധാന ചർച്ച നടന്നില്ലെങ്കിൽ ട്രാക്ടറുമായി ഈ ഖലിസ്ഥാനികൾ കൂടി ഡൽഹിയിലേക്ക് എത്തി വലിയ കലാപമായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നാണ് വ്യക്തമാകുന്നത്. നരേന്ദ്രമോദി എന്ന മനുഷ്യന് 2014 മുമ്പ് ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന, ഈ രാജ്യത്തെ വികസന മുരടിപ്പും അഴിമതിയും കണ്ട് മടുത്ത ആളുകൾ 2014 ശേഷം ഈ രാജ്യം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് അനുഭവിച്ചറിഞ്ഞവർ നിരുപാധിക പിന്തുണ നരേന്ദ്രമോദി എന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നൽകേണ്ട സമയമാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പിന്തുണയാണ് അദ്ദേഹത്തിന്റെ കരുത്ത് എന്നുള്ളതാണ്. ഒരു മാധ്യമം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പരസ്യ നിലപാടെടുക്കാമോ, ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ഒരു പരസ്യ നിലപാടെടുക്കാമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നേക്കാം. പക്ഷേ ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നിങ്ങൾ നടത്തുന്നത് കുട്ടികൾക്ക് വേണ്ടിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയോ ഉള്ള സമരമല്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ലൈനപ്പ് ചെയ്തിരിക്കുന്ന ആളുകൾ മുഴുവൻ രാജ്യവിരുദ്ധരും CAA സമരത്തിലും കർഷക സമരത്തിലും ഒക്കെ അണിനിരുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അതിനാണ് ജനം TV ഈ നിലപാടെടുക്കുന്നത്. എന്നും എപ്പോഴും രാഷ്ട്രത്തിനൊപ്പമാണ്, ആ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രിക്കൊപ്പമാണ് ഞങ്ങൾ. ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇത്രയധികം വാഹനങ്ങൾ തല്ലിപ്പൊളിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത് ഡൽഹിയിൽ കലാപ സമാനമായ അന്തരീക്ഷമുണ്ടാക്കി ഡൽഹിക്ക് തീയിട്ടിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് ഇവിടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി എന്നാണ്. പാറ്റകൾക്ക് മുന്നിൽ മോദി വിറച്ചു എന്നാണ് പറയുന്നത്. സത്യം സത്യം പോലെ അറിയിക്കാൻ ജനം TV ഉണ്ട് എന്ന കാര്യം മറക്കരുത്.